ഇന്ന് എനിക്കുള്ള തിരക്ക് പോലെയാണ് അന്ന് പെരുന്തച്ഛന്. പണിയാൻ വേണ്ടി ആൾക്കാർ വീട്ടിൽ വന്ന് ക്യൂ നിൽക്കും. നമുക്കിട്ട് പണിയാൻ വേണ്ടിയല്ല ആൾക്കാർ വന്ന് നിൽക്കുന്നത്. നമ്മൾ തച്ചന്മാരാണ്. ശരിയാ, തച്ചിന് പണിയാനവരാ. തച്ചിന് പണിയാൻ ആൾക്കാരല്ല. നമ്മളെ ഒന്നെങ്കിൽ വർക്ക് തേടി വരും, ഇല്ലെങ്കിൽ വർക്ക് തേടി നമ്മൾ പോകും. രണ്ടാമത് പറഞ്ഞപ്പോ നടന്നുകൊണ്ടിരിക്കണേ. നീ എന്റെ കൂടെ നടക്ക്, പണി പഠിക്കണോ? തച്ചന്മാരുടെ വില കളയരുത്. നല്ല തടിയാ. ഇതിലും വലിയ തടി ആശാന്റെ ഭാര്യക്ക്. അവക്ക് എത്രയില്ല, ഇതിനേക്കാൾ ഇച്ചിരി കുറവാ. മാത്രമല്ല ഇതിന് നല്ല കാതലുണ്ട്. ആശാന്റെ ഭാര്യയുടെ കാതിലുണ്ടായിരുന്നു, പക്ഷെ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കല്ലേ. ഇവിടെ പട്ടിണി വന്നാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്? നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ. ആശാനെ, എന്റെ വീട്ടിൽ വന്ന് കട്ടില് പണിത് കൊടുത്തായിരുന്ന. 1.5 മാസം പിടിച്ചാ കട്ടില് പണിയാൻ. അത് വട്ടം ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. കേറി കിടന്നു കാണും. പിന്നെ കട്ടില് കിടക്കാനുള്ളതല്ലേ. നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന്. കട്ടിലിൽ നോക്കിയിരിക്കുക, അപ്പൊ ഒരു ക്ഷീണം വരും, അല്ലെങ്കിൽ ഉറക്കം വരും. അപ്പൊ മാറി നമ്മൾ താഴ്ത്ത് കിടക്കുക. അപ്പൊ ചാരി കസേര വട്ടം ഒടിഞ്ഞു പോയതാ. കയറി ഇരുന്ന് കാണും. ചാരി കസേര പിന്നെ ഇരിക്കാനുള്ളതല്ലേ ആശാനെ? ചാരി അവിടെ കസേര വെച്ചോളാം, നമ്മൾ താഴെ എവിടെയെങ്കിലും ഇരുന്നോളാം. പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനാ? അതുമല്ല, അന്ന് ആ കട്ടില് പണിയാ 1.5 മാസം പിടിച്ചു. ചിന്തേരി പിടിച്ചില്ല. ചിന്തേരി പിടിക്കാത്തല്ല, പണി പഠിച്ചില്ല. എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി. നമ്മൾ ഉദ്ദേശിച്ച അത്ര സാധനവും കിട്ടിയില്ല. അല്ല, നമ്മളിതിപ്പോ എങ്ങോട്ടാ പോണത്? നമ്മൾ എവിടെന്നാ വന്നത് അതറിയും. പോണ കാര്യം അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ പോകുന്നു. ആ സുഖുവിന്റെ വീട് വരെ ഒന്ന് പോണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ, ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയെന്ന് കേട്ടല്ലോ. എലിപ്പെട്ടി പണി. അതിനെന്തിനാ 5-6 ദിവസം എന്തിനാ? എലിപ്പെട്ടി പണിതതിന് ശേഷം എലി വീണുണ്ടായില്ലെന്ന് അറിയണം. എന്നിട്ട് എലി വീണ 6-7 രാത്രിയും പകലുമാണ് കട്ടിനടി ഇരുന്നേച്ചത്. എലി കയറുണ്ടായില്ലേ ഇല്ലേന്നറിയാൻ. എലിയും വീണില്ല, അവളും വീണില്ല. അവളാ? എലികളുടെ ഇടയിൽ ഉണ്ടല്ലോ ആണും പെണ്ണും. നമ്മുടെ തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ മരം, കാതലി, ഈ അളവ് പോലും. ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാൽ തന്നെ നീ ഒന്ന് എടുത്തേക്കണം. 3 അടിക്ക് പറയാൻ പറഞ്ഞിട്ട് 1 അടി കുറച്ചാണ് അവൻ പണിതേക്കണം. അത് നാട്ടുകാരെന്ന് കിട്ടിക്കോളൂ. എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ മതി. നീ എന്റെ അച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ട? ഇല്ല. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു മരസ്നേഹിയായി. പഞ്ചായത്തിൽ നിന്ന് 2 മരം കിട്ടി. അച്ഛൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരളവ് പോലും വിശ്വാസത്തിൽ ഇവിടെ വെച്ച് ഒരെണ്ണം ഇവിടെ വെച്ചു. ഇതിന് വള്ളം, ഇതിന് വെള്ളം, ഇതിന് വെള്ളം, ഇതിന് വളം, ഇതിന് വളം, ഇതിന് വെള്ളം. തഴച്ചങ്ങ് വളർന്നു. ഒരു തിരുവാതിരക്ക് ഊഞ്ഞാലി കെട്ടി അമ്മനിരുത്തി ഒന്ന് ആട്ടിയതാണ്. ഒറ്റാട്ട്. അമ്മ നേരെ പൊട്ടക്കിണറ്റിൽ. അതോടുകൂടി അമ്മയുടെ വീട്ടുകാർ ഒന്ന് അച്ഛനാട്ടി. ഊഞ്ഞാലിലല്ല, വീട്ടിൽ നിന്ന്. അതോടുകൂടി 2 പേരുണ്ട്. അച്ഛനും ഇല്ല, അമ്മയില്ല. പക്ഷെ അച്ഛനും അമ്മയില്ലാത്ത ആളാന്ന് പറയില്ല ആശാനെ കണ്ട. പക്ഷെ നാട്ടുകാരിടക്ക് തന്തക്കും നടക്കും വിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വരും, എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും. നമുക്ക് അസുഖന്റെ വീട് വരെ പോയിട്ട് വരാം. അവിടെ എന്താണ്? അവനൊരു ഏണി പണിയണമെന്നും പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ആശാൻ അങ്ങോട്ട് ചെന്നാ മതി. ഏണിയായിട്ട് വായ്പ ചോദിക്കണമെന്നില്ല. ഞാൻ ഉണ്ടാവിരിക്കാം വായ്പ തന്നപ്പോഴേ പറഞ്ഞാൽ തരില്ല. വായ്പയല്ല പറഞ്ഞത്. ഇപ്പൊ എന്റെ കൂടെ വാ. സുഖേ, മുത്താശാരി വന്ന സുഖം. ഇവിടെ ആരോ വന്ന് പണിതിട്ട് പണി പകുതി കിട്ടുപോയ പോലെ തോന്നുന്നുണ്ട്. പണി അറിയാവുന്ന ആരോ ആണ്. ഏണി പണിയാണെന്ന് പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പുണ്ടല്ലോടാ. അത് ആശാന് ഏണി പണത് ശീലമില്ലല്ലോ. ഇത് നോക്കി പണിയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോ കണ്ടു പണിയാൻ വേണ്ടിട്ടായിരിക്കും. അത് തന്നെ. എത്ര നാളായി എന്റെ മൂത്താശാരി. എന്റെ സൂപ്പു വല്ല ഒഴിവ് വേണ. രാവിലെ പോകും വൈകുന്നേരം വരും, രാവിലെ പോകും വൈകുന്നേരം വരും. ഞാൻ വീട്ടിൽ തിരക്കിട്ട് ഭാര്യ പറഞ്ഞ ആശാന് പോലീസ് സ്റ്റേഷനിലോ എന്ത് പോലീസുകാരോ കേസോ? കേസും കുട്ടിച്ചടൊന്നും അല്ല, നമ്മുടെ പോലീസ് സ്റ്റേഷനിലടാ ബാബു. പോലീസ് സ്റ്റേഷനിൽ SIക്ക് ഒരു ഇരിക്കട്ട വേണോന്നും പറഞ്ഞ്. ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ടൂല. ഇത് എങ്ങനെ പണിയണമെന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല. പണിയാൻ വേണ്ടിയായിരുന്ന. അപ്പൊ അവര് വിളിച്ചപ്പോ ഞാനത്ര മൈൻഡ് ചെയ്തില്ല. പോലീസല്ലേ, നമുക്കിത് നമ്മൾ എത്ര പേരെ കാണുന്നു. ഇവർ 2 തവണ വിളിച്ചു, 3 തവണ ആളെ വിട്ട്. ഇപ്പോഴൊക്കെ ഞാൻ മുങ്ങി കിടക്കണേയിരുന്നു. SI ഇത് അറിഞ്ഞില്ല. SIക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. SI വണ്ടിയായിട്ടൊക്കെ കൊണ്ടുവന്നു. യു ആർ അണ്ടർ അറസ്റ്റ്, കേരള റാസ്കളകത്തെന്ന് പറഞ്ഞു. ഞാനായതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് കേട്ടോ. നേരെ അവിടെ ചെന്ന് 2 ദിവസം അതിൻ്റെ അകത്തായിരുന്നു. പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. ഈ ചോക്കണെന്തിനാണ്? കൊണ്ടത് ഞാനല്ലേ. അല്ല, കൊണ്ടക ഇത് ഞാനല്ലേ കണ്ടത്. ഇടിക്കട്ട. ഈ ശിഷ്യനാണല്ലേ? ഇതെന്റെ ശിഷ്യൻ. പണി വല്ലതും അറിയാവാ? പഠിച്ചു. പിന്നെ മുമ്പോട്ട് തള്ളാനും പുറകോട്ട് വലിക്കാനും അറിയാം. മുമ്പോട്ട് തള്ളാനും പുറകോട്ട് വലിക്കാനും ചിന്തേരിടാൻ അറിയാം. ഓ, അപ്പൊ ആശാന്റെ മേലോട്ടത്തിൽ വേണം ഇവിടുത്തെ പണിയൊക്കെ. ആശാൻ അങ്ങനെ പറയൊന്നും വേണ്ടട്ടാ. ആശാന്റെ കൂട്ടത്തിൽ ഞാൻ പണി പഠിക്കുകയും ചെയ്യും, പുറത്തു പോയി പണിയും ചെയ്യും. എന്റെ ഭാഗ്യം. എനിക്കിട്ട് പണിയണമെന്നും നിനക്ക് തോന്നിയില്ലല്ല. അതെ, മൂത്താശാരെ വിളിപ്പിച്ചതിന്റെ കാര്യമെന്ന് പറഞ്ഞ ഒരു കോഴിക്കോട് പണിയണം നമുക്ക്. കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞാൻ ദൂരേക്കുള്ള യാത്രക്ക് പോകുന്നില്ല. എന്റെ മൂത്താശാരി കോഴിക്കോട് പോയി പണിയാനല്ല, ഒരു കോഴിക്കോട് പണിയണം. കോഴിക്കോട്? പക്ഷെ പണിയുമ്പോ സെറ്റപ്പിൽ പണിയണേ ബാബു. കോഴിക്കോട് പണിയണോ? അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി, രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം, എന്തോരം വീതി, എന്തോരം നീളം, എത്ര കോഴി ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരു ഡോർ വേണം. ഫ്രണ്ടിൽ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാൻ ഒരു ഡോർ വേണം. പിന്നെ ഇങ്ങനെയുള്ള അതിന്റെ ആകൃതി ഇങ്ങനെ. അത് അങ്ങനെയും പണിയാ, അത് ഇങ്ങനെയും പണിയാ. അപ്പൊ എങ്ങനെ വേണേലും പടുന്ന പക്ഷെ ബാക്കിൽ ഡോർ വേണം. ബാക്കിൽ ഡോർ, പിന്നെ സൈഡിൽ ജനൽ വേണം.
പിന്നെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല രീതിയിൽ വളർത്തിക്കോട്ടെ. അകത്ത് സെറ്റപ്പാ. സെറ്റപ്പ് അല്ല, അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ. ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം. ഓക്കെ, മനസ്സിലായ നിനക്ക്? അങ്ങനെ മനസ്സിലായ? കോഴിക്കൂട് പണിയണം എന്നുള്ള വ്യാജേന ഇവൻ എന്നെ കൊണ്ട് വീട് പണിയിപ്പിക്കാൻ നോക്കുക. അല്ല അത് പിന്നെ എടാ, പട്ടിക്കൂട് പണിയണം എന്നുള്ള പേരിലല്ലേ നീ ഈ വീട് എന്നെ കൊണ്ട് പണിയിപ്പിച്ചത്. ഇനിയെങ്കിലും നിർത്തി ഈ പെറുക്കി തരാം. അല്ല, ചെറിയ ബഡ്ജറ്റുള്ള ആശാൻ, അതുകൊണ്ടാണ്. എന്തായാലും 1-1.5 മാസത്തെ പണിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാം. എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. അതുവരെ ഞാൻ വർത്താനം പറഞ്ഞ് കിടക്കുകയും ചെയ്യും. വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരെ 1-1.5 മാസം ഇവിടെ നിൽക്കേണ്ടി വരും. ആചാര്യമാരെ പോയ സ്ഥിരം വരത്തില്ലെന്ന്. എടാ, അത് ആൾക്കാർ വെറുതെ പറയണേണ്. പക്ഷെ ഈ ആശാരിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയില്ല. മറ്റേ കാര്യം, ആ ചേച്ചി കുളിച്ചോണ്ടിരുന്നപ്പോ ഡോർ തുറന്നു നോക്കിയത്. എടാ, കുളിഞ്ഞു നോക്കിയതാണ് അത്. ഞാൻ പണിത ഡോറ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല, പോകുന്നില്ല എന്നാ ചേട്ടൻ വന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അകത്ത് കുളിച്ചിട്ട് പിന്നെ ഞാൻ ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിട്ട് പോന്നു. അത് ഇപ്പം പറയണത് വേറെ. കല്യാണ വീട്ടില് കട്ടിലടി കിടന്നുവെച്ചാ അത് മനഃപൂർവ്വം കിടന്നതാണ്. കട്ടിൽ എന്നോട് പണിയണമെന്ന് പറഞ്ഞു. മകന്റെ കല്യാണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണി തീരൂല. അപ്പൊ പറഞ്ഞു കട്ടിൽ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ അടിയിൽ കിടന്ന് കട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവർ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വന്ന് കട്ടിന് മുകളിൽ കിടക്കുകയും ചെയ്തു. എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അവരെന്ത് വിചാരിക്കും? ഞാൻ പിന്നെ നേരം വെളുക്കുമ്പോൾ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. ഈ പെണ്ണാറ്റ അത് തലയും കുത്തി താഴെ വീണ് അവസാനം ചെറുക്കൻ പറഞ്ഞു ഞാൻ മുൻകാമുകനാണ്, ഞാൻ മനഃപൂർവ്വം ചെന്ന് കട്ടിലടി കിടന്നാണ്, ബന്ധം ഉപേക്ഷിച്ചെന്നാ. ചിലപ്പോൾ വേറെ പെണ്ണിനെ കെട്ടാൻ അത് ഉപേക്ഷിച്ച് സംഭവം ഉപേക്ഷിച്ച് ഞാൻ അറിഞ്ഞത്. ആകെ ഈ ആശാരിമാരെ കുറിച്ച് ഒരൊറ്റ തെറ്റിദ്ധാരണയുണ്ട്. ആശാരിമാർ എവിടെയെങ്കിലും പണി ഏറ്റു കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ച് പോകൂല, പണിക്ക് പോകൂല. അത് മനഃപൂർവ്വം. ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇവനും തന്നെ ഇപ്പൊ എത്ര വീട്ടിൽ ടൂൾസ് വെച്ചിട്ടുണ്ട്. അതെന്താ ഈ ആശാരിമാർ സ്ഥിരം പണിക്ക് പോകും? നമുക്ക് പണി വരുമ്പോ ഇഷ്ടം പോലെ പണി വരും. അപ്പൊ അവിടെ പണിയണം, ഇവിടെ പണിയണം, മറ്റടുത്ത് പണിയണം. ഒരു പണി വിടാനും നമ്മൾ നോക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉളിയും ഒരു കൊട്ടുപടിയും കൂടി എടുത്ത് അവിടെ വെച്ചിട്ട് പറയും അടുത്ത ചൊവ്വാഴ്ച ഞാൻ അങ്ങോട്ട് വന്നേക്കാം, കൈ കളയല്ലേ, നീ പോയാലും എനിക്ക് കുഴപ്പമില്ല, ടൂൾസ് പോകും. അപ്പൊ അവിടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ ആ പണി പോകുകയില്ല, നമ്മളല്ലാതെ വേറെ ആരും ചെയ്യയില്ല. വീട്ടുകാരെ ദ്രോഹിക്കുകയാണ് നമ്മള്. 5-6 വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ വെച്ചത് എവിടെയാണെന്ന് പോലെ അവനും അറിയില്ല, എനിക്കും അറിയില്ല. അതൊക്കെ നമ്മൾ ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ആണല്ലേ? അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. അതവിടെ വെച്ചേക്ക, അതവിടെ ഇട്ട്, അവിടെ ഇട് ശിഷ്യ. എന്നെ കൊണ്ടൊന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ആശാന്റെ പുറകെ നടക്കണത്. നമുക്കൊരു കട്ടിൽ പണി. കട്ടില് കുഴപ്പമില്ല. കട്ടിൽ ഏത് മരം വേണം? പഞ്ഞിമരം മതി. പഞ്ഞിമരാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ? എന്തായാലും ആളുടെ തൂക്കം നോക്കി കട്ടിൽ പണിയാൻ പറ്റുള്ളൂ. നോക്കിക്കോ. ഭാര്യ എത്ര കിലോ ഉണ്ട്? ഭാര്യ 60 കിലോ. 60, 50, 110. ഞാൻ 70 കിലോ ഉണ്ട്. ഞാൻ എന്റെ കിലോത്തിന്റെ കാര്യം പറഞ്ഞത്. അത് വേണ്ട. അപ്പൊ 70, 60, 130. പിള്ളേരുണ്ടാവൂല. ഉണ്ടാവൂല, ഉറപ്പാണ്. പറയാൻ പറ്റില്ല ഇനി. എന്തായാലും ഒരു 200 കിലോത്തിന് കട്ടിൽ അങ്ങ് പണിതേക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അടുത്ത എടാ പണി ടൂൾസ് ആണ്. ഇപ്പോഴേ പണി തുടങ്ങല്ലേ. കുറെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാണ് ഈ നാശത്തിന്റെ വിത്ത് എന്റെ കൂടെ കൂടിയെന്നറിയില്ല. അടുത്ത ബുധനാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ എന്ന് പറയാം. അത് ശരിയാവില്ല മൂത്താച്ചാരി. മൂത്താച്ചാരി സ്ഥിരം പരിപാടിയാണ്. എവിടെയെങ്കിലും ചെല്ലാൻ പിന്നെ ചെല്ലൂല. നടക്കില്ല. സുഖൂരോട് ഞാൻ എത്ര നാള് പുറകെ നടന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ഇപ്പൊ 3-4 സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കണേ. അവിടെ ഒന്ന് എത്തി നോക്കിട്ട് തിരിച്ചു. വേണ്ട, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോയാൽ മതി. ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വരും. അയ്യോ, ടൂൾസ് വേണ്ട. അത് പറ്റിക്കലേ ഇരിക്കട്ടെ. അത് വേണ്ട. മെയിൻ പണിയായുധങ്ങളാണ്. ഇത് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ വരുമെന്ന്. മൂത്താച്ചാരി സുഖമാണ് പറയണത്. പണിക്ക് വന്നാൽ പണിതിട്ട് പോയാൽ മതി. സുഖം ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ. ടൂൾസ് എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ ആശാരിക്ക് പ്രശ്നം? എന്താ? എനിക്ക് അവിടെയൊക്കെ ചെന്നിട്ട് ആ പണി എന്ന് വരാൻ പറ്റുമെന്ന് ഒന്ന് പറയണം. എന്നാ ഒരു കാര്യം ചെയ്യും, ടൂൾസ് എനിക്ക് വേണ്ട. ആശാന്റെ ശിഷ്യൻ ഇവിടെ ഇരിക്കും. അയ്യോ അയ്യോ, അവരെ മെയിൻ അല്ല, അത് വേണ്ട. ശിഷ്യ ഈ ടൂൾസ് വെച്ച് എല്ലായിടത്തും പറ്റിക്കണല്ല ആശാൻ. ശിഷ്യനാകുമ്പോ എന്തായാലും വരുമല്ലോ. ഇവിടെ ഇരിക്കട്ടെ. ടൂൾസ് ഇവിടെ ഇരിക്കട്ടെ. ആശാൻ എന്നാ ആവശ്യമുള്ള പിന്നെ എനിക്ക് അവനില്ലാതെ എന്നാ ഇവിടെ മൂത്താശാരി ഇരിക്കും. അത് കുഴപ്പമില്ല. പണിക്ക് പോകണ്ട, ശിഷ്യൻ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പോയിട്ട് വാ. നീ ടൂൾസ് വെച്ചിട്ട് നീ എന്റെ കൂടെ വന്നേ. നീ അവിടെ ഇടാ. ബാബു അവിടെ അല്ല, ഞാൻ ആശാൻ പോയിട്ട് വാ. വരണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പറ്റിക്കണ പോലെ ഇവിടെ വന്ന് പറ്റിച്ചിട്ട് പോകാന്ന് ആശാൻ ഞാനില്ലാണ്ട് പണിയൊന്നും നടക്കേയില്ല. അതല്ല, ഞാനില്ലാണ്ട് പോകലെന്ന്. പോകല്ലെന്നല്ല, പണി നടക്കണ്ടേ? ഞാനാണ് ചെയ്യണത് എല്ലാത്തും. ആശാൻ ഒരിടത്തും പോകണ്ട, പോയിട്ട് വാ. ശിഷ്യൻ ഇവിടെ ഇരുന്ന് പണി തുടങ്ങും. ഇത് കാര്യം ചെയ്യും പോലെ രാത്രി പോലെ. ഇവിടെ ഞാൻ കാവലുണ്ടാവും. നീ ഇവിടെ ഏതായാലും നിക്ക്, ഞാൻ വരാം. എന്നെ ഇവിടെ നിർത്തിട്ട് പോയ ആശാൻ ഒറ്റക്കല്ല, ടൂൾസ് ഇല്ല ഇവിടെ. പണി പണിക്കോ നീ. ആശാനെ ഞാൻ വരാം. ആശാൻ പോയിട്ട് ഞാൻ പോയിട്ട് എന്തൊക്കെയാണ് ശിഷ്യനെ മൂർച്ച കളയരുത് കേട്ടാ. മറന്നു പോകില്ലല്ലോ. വരാം, ഞാൻ വരാം. ശിഷ്യനായോണ്ട് ഞാൻ വരാതിരിക്കില്ല. എല്ലായിടത്തും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്നാണ് ഈ മൂത്താശാരിയുടെ വിചാരം. നടക്കൂലത്. എന്നാലും മൂത്താശാരിക്ക് നിന്നോട് ഭയങ്കര സ്നേഹ കേട്ടാ. ഭയങ്കര സ്നേഹമാണ്. നാളെ ഒരു ഇതേപോലെ ഒരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് ഒരു 6 വർഷം കഴിഞ്ഞപ്പോ ഇന്നലെയാണ് അവിടെ തന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നെ.
ഇനി ഇവിടെ നിന്നാണോ അവ വിളിച്ചു കൊണ്ടുപോണത്? അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ചെലവിന് തന്നേ പറ്റൂ. യുദ്ധം നിശാചാരാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമേൽ സ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ലമേൽ രാമനോടേറ്റു കുട്ടൂസൻ മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകപ്പെട്ടൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു ചിരിച്ചുകൊണ്ടേ. എന്തായി വായിക്കണേ? ഇതാരെ ഇത് ഈ രാമായണത്തിനൊക്കെ ബാലരമ കൊണ്ടുവച്ചേക്കണേ? പണ്ടാരം ആ വായിക്കാനുള്ള മൂടും പോയി. ഇനി കുറച്ചേരം കരയല്ലേ? നന്നായിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു കിടക്കുന്നത്. താൻ എന്ത് വർത്താനം പറയണത്? തന്റെ വർത്താനം കേട്ടാത്തൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ. താനെന്ത് കുടുംബം നോക്കിട്ടാ? താൻ രാവിലെ പഠിക്കുന്നു പറഞ്ഞ് പോയിട്ട് അന്ത്യാകുമ്പോ വീട്ടിൽ കയറി വരും. ഓ ഇത് അതുപോലെയാണ്. പിന്നെ? ഒരു മണിക്ക് പോകാതെ വീട്ടിൽ ഇരുന്ന് കുടുംബം നോക്കുന്ന ആളാണിത്. വേണ്ടോ തലക്കൊന്നും ഇവിടെ ഈ ലോകം മുഴുവൻ കൊണ്ടുനടക്ക്. ഞാനതല്ല ഉദ്ദേശം, കുറെ ഉപ്പ് വാരി തേക്കാം നമുക്ക്. ഇതെന്ത് കാര്യത്തിന്? ചീഞ്ഞു പോകും ഇങ്ങനെ നേരാണട്ടാ, നേരത്തോടെ നേരെ ഒത്തിട്ടുണ്ട്. അതല്ലേ പോസ്റ്റ്മോർട്ടം എന്താണ് പറഞ്ഞത്? അവൻ എന്താ പറയാൻ പാടില്ലാത്തത്? എന്ത് പോസ്റ്റ് മാർട്ടിൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കേസാണ് ഈ പറയണത്. അതല്ല പിന്നെ ഇതാന്ന് പറഞ്ഞിട്ടല്ല, പറയാതെ നമ്മൾ നോക്കുക. പോയാൽ ശരിയാവൂലട്ടാ. അതേ ഏൽപ്പിക്കണ്ടേ? ലയിപ്പിക്കാൻ നേരത്ത് സൂക്ഷിക്കണം. എന്താണ്? ഇതിന് ദഹനക്കേടിന്റെ അസുഖമുള്ള സാധനം. അയ്യോ അല്ല, ദഹനക്കേട് വലിയ പ്രശ്നമാണ്. അതല്ലേ? പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയി, മറ്റേ രാവണൻ സിനിമയില്ലേ, അത് കാണാൻ അവിടെ ചെന്നപ്പോഴത്തെ ഇതേപോലെ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് എങ്ങനെയുണ്ട് രാവണൻ? എങ്ങനെയുണ്ട്? സത്യം പറയാലോ, ഭയങ്കര അറേഞ്ച്മെന്റ്സ് ആണ് അതിന്റെ. അതല്ലേ? അതായത് വിക്രമനെ കാണിക്കാൻ വിക്രമനാ? എന്താ മറ്റേ വിക്രം വിക്രം അവനൊക്കെ ഭയങ്കര റൊട്ടേറ്റിംഗ് ക്യാമറയുടെ സ്റ്റൈലും മറ്റേ പുള്ളിയൊക്കെ കൊള്ളാം. നമ്മുടെ കാണാൻ പറ്റിയില്ല. എന്താ നിങ്ങൾ പറയണേ? ഇവിടെ മരിച്ച സംഭവമാണിത്. ചക്കവയലിൽ വീണ് മരിച്ച മനുഷ്യനാണ്. ഇത് എങ്ങനെ മരിച്ചത് അറിയില്ലേ? താഴ്ന്ന് ചക്ക തലയിൽ വീണ് ചെതറിപ്പോയില്ലേ? തലച്ചോറ തലച്ചോറല്ല, ചക്ക ഒറ്റ കുരു പോലും ഒരു ചുള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ തന്നെ സ്പോട്ടില്ല, ആട് സ്പോട്ടിൽ തട്ടിപ്പോയി, അവിടെ വെച്ച് തീർന്നുപോയി. അതേ കുളിപ്പിച്ചാല എന്താണ്? മരിക്കണേക്കുമ്പോ ജലദോഷം ഉണ്ടായ മനുഷ്യനാ. അയ്യോ എന്നാ വേണ്ട, പനി ഓടി കിടക്കാണ്. മോനെ അറിയിച്ചാ? മകനെ അറിയിച്ചിട്ടുണ്ടാ? വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇട്ടേക്കണല്ലേ? അതാണ് ഇങ്ങനെ ഇത് നോക്കിയത്. ഇവൻ ആദ്യം നിന്നുറങ്ങി, പിന്നെ ഇരുന്നുറങ്ങി, ഇതേ കിടന്നുറങ്ങണ്. എന്താണിത്? മരിച്ചു കിടക്കുമ്പോഴെങ്കിലും ആ മനുഷ്യന് ഇത്തിരി സ്വസ്ഥ കൊടുക്കും. ഇങ്ങോട്ട് പറയും. അല്ല, അവനെ കുറ്റം പറയാൻ പറ്റില്ല. ചാകണേക്ക് മുമ്പ് ഇങ്ങനെ നോക്കി കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നേച്ചാണ് പിന്നെ ചാകും. അതിന്റെ ഒരു ക്ഷീണമാണ് കാണിക്കുന്നത്. ശരിയാണ് ശരിയാണ്. മോനാണ്. അല്ല അവനെന്താ അങ്ങനെ പോയി നിന്ന് പറയണത്? അച്ഛന്റെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് നിൽക്കാനുള്ള ഒരു പേടിയുണ്ട്. അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിന്ന് പറയണത്. അതാണ് പിടിച്ചു നിക്ക്. നിങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ, ലോക്കൽ. ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടര അടകോട്ടൊക്കെയാണ് ഇവിടെ ഒന്ന് കരയണ. ഒറ്റണം വേണ്ടി പോലും ഇനി വാ വിളിച്ച മറ്റൊരു ശവമൂലോട് വീഴും. മിണ്ടരുത് ഒറ്റണം. നീ ആരാ? ഹലോ അമ്മ. ഹലോ 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 അമ്മ. അച്ഛൻ മരിച്ചുപോയ അമ്മ. ഹലോ ഹലോ. മനസ്സമാധാനം കരയാന്ന് വെച്ചാൽ റേഞ്ചും കിട്ടും. നിങ്ങളൊക്കെ എന്താ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നേ? നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടോ? ഞങ്ങളിത് ഇങ്ങനെ മരിച്ചപ്പോ വന്നതല്ലേ ഞങ്ങളല്ലേ. ഇങ്ങനെയാണ് കിടന്ന് കരയണം. ദയവേത് നിങ്ങൾ ഇവിടെ കിടന്ന് വാ വിളിക്കണ്ട. നിങ്ങൾ ഇതിന് കരയാൻ വേണ്ട ഒരു ബഹളം നിങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആവണമെന്നാണ്. ആ
അപ്പൊ ഞങ്ങളാരും ഒന്നുമല്ല. നിങ്ങളൊന്നുമല്ല. കാരണം അതുപോലെ നിലവിലുള്ള ആള് വന്നിരുന്ന് കരഞ്ഞാല് പത്രത്തിനും ടിവിയിലൊക്കെ വരുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചെന്ന് 10 പേര് അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിലവിലുള്ളവർ വന്നിരുന്ന് കരയണം. കാരണം നിങ്ങൾ ഇങ്ങനെ എന്നൊന്നും വരൊന്നും വേണ്ട, ആരും നിൽക്കാൻ വേണ്ട. അതിനോടത്തോളം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. അനങ്ങിപ്പോഴും നിലവിളക്ക് ഒരു കരിവിളക്ക് അത്യാവശ്യം. അല്ല പിന്നെ എനിക്കറിയാം അങ്ങനെ അറിയിക്കണമെന്ന് അന്തസ്സായിട്ട് കേട്ടാ. അണ്ണാച്ചി വാ. പാടാൻ നിനക്കൊരു പാട്ടു തന്നെങ്കിലും പാടാത്ത ഇതാണ് ആള് അല്ലേ? അതെ അതെ അതെ. ആരാ എന്റെ പ്രൊഡ്യൂസർ? ഈ കിടക്കണത് എന്റെ പ്രൊഡ്യൂസർ. ഞാൻ അതല്ല ചോദിച്ചത്, സ്ക്രിപ്റ്റ് ഉണ്ടോ ഇത്? സ്ക്രിപ്റ്റില്ല, ഇതിന് അൾസർ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് കരയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ, അതാണ് ചോദിച്ചത്. അതിന് സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അത് അണ്ണാച്ചിക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് കരഞ്ഞാൽ തോന്നുന്ന പോലെ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? അത് മതി. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ready ആ. തുടങ്ങിക്കോട്ടെ തുടങ്ങിക്കോ. തുടങ്ങിക്കോട്ടെ. കരഞ്ഞോ, കരഞ്ഞോ. അല്ല ഇത് കരയുവാണോ ചിരിക്കുവാണോ? കരയുവാണോ ചിരിക്കുവാണോ? ഞാൻ കരഞ്ഞതാ. ആണോ? കരഞ്ഞാലും ചിരിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്റെ അണ്ണാച്ചി അങ്ങനെ കരഞ്ഞാ പോരെ, ഇത് 10-25 ലക്ഷം ആൾക്കാർ കാണാനുള്ളതാ. അണ്ണാച്ചൊന്ന് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ശരി അല്ലേ? ഓക്കെ ഓക്കെ ശരി. ഏതാണ്ട് പണ്ടത്തെ കൽക്കരി വണ്ടി പോണ പോലെ ഉണ്ട്. എന്റെ അണ്ണാച്ചി കരയാനാ പറഞ്ഞത്. ഞാൻ കരഞ്ഞാലും ചിരിക്കാനും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാൻ പാടില്ല, എന്തെങ്കിലും ചെയ്ത് കരയിച്ചാ മതി. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ശരീരമൊക്കെ കാണാറുണ്ടോ? എനിക്കതിന് നേരമൊന്നും. ഇതാരാ ഇത്? അതെന്റെ പെങ്ങളാണ്. പെങ്ങളാണ്, സിസ്റ്ററാണ്. അതെ അതെ. അപ്പൊ ഞാൻ ഈ സരിഗമയിലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നല്ല ശരിയാ? അടിപൊളി അടിപൊളി പേരാ. ആണല്ലേ? പിന്നെ കനകധാര. കനകധാരിയോ? ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ? അച്ഛൻ അറിയാതെ അമ്മക്ക് കിട്ടിയ ലോട്ടറിയാണ് അവള്. ഓ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ശരിയായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ, പറഞ്ഞാലേ ചെക്ക് തരുന്നതാണ്. ഓക്കെ. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന ഡാഷ് ആകുന്നു ഭാര്യ. ഓപ്ഷൻസ് ഉണ്ട്. എ പൂന്തിങ്കൾ, ബി പൂച്ചൊവ്വ, സി പൂബുധൻ. പൂച്ചൊവ്വ അതെ, ശരിയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്? തീർച്ചയായിട്ടും. കാരണം എനിക്ക് ചൊവ്വാദോഷം ഉണ്ടേ. അതുകൊണ്ടാണ്. അതെ. നല്ല ബെസ്റ്റ് സിസ്റ്റർ. കൊള്ളാം കേട്ടോ. 1000 രൂപ വണ്ടിച്ചക്കായിട്ട് നൽകിയിരിക്കുക. വണ്ടിച്ചക്കോ? അതെന്താ? അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. എന്റെ അണ്ണാച്ചി ഒന്ന് കരയാൻ എങ്ങനെയെങ്കിലും. നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇല്ലേ, കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ടൂർ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ എത്തരത്തിലൊരു പ്രോഗ്രാം ഇപ്പൊ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും? ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണ്? ഉറപ്പ്. മാറ്റമില്ല? ഒരു മാറ്റമില്ല. ഓക്കെ ഓക്കെ. കുട്ടി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. കൺഗ്രാജുലേഷൻ. കുട്ടി സമ്മാനം ലഭിച്ചിരിക്കുകയാണ് കുട്ടിക്ക്. അപ്പോ ഊട്ടിയിലേക്ക് പോകാൻ റെഡി ആയിക്കോളൂ. ഞാനും ആ വഴിയാണ് പോകുന്നത്. ഓക്കെ. അല്ല മോനെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ? അവൻ പറഞ്ഞത് രാജീവ് ഗാന്ധി എന്നാണല്ലോ. അത് നേരാണല്ലോ. ചിലപ്പോ നമ്മുടെ അണ്ണാച്ചിക്ക് തെറ്റുപറ്റിയതായിരിക്കും. അത് ഒരു കണക്കിന് നന്നായി മുത്തശ്ശി. കാരണം എന്റെ പെങ്ങൾക്ക് ഓസിന് ഊട്ടി പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ. ഏതായാലും അവള് ഊട്ടി പോയിട്ട് വരട്ടെ, അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ.